ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ബിഗ് ബോസ് 18-ലെ കണ്ടസ്റ്റന്റ് ശ്രുതിക അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള കക്ഷിയെ കുറിച്ചാണ് കേട്ടോ. ഇത് എനിക്ക് ഈ 18-ലെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കോണ്ടസ്റ്റന്റ് ആണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ കക്ഷി ഭയങ്കര ആക്റ്റീവാണ്, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും കുറേ സംസാരിക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ കൺട്രോൾ ഇല്ല. ആൾക്കാണെങ്കിൽ ദേഷ്യം വച്ച് വർത്താനം പറയാൻ ഒട്ടും അറിയില്ല. ആ ദേഷ്യം എടുത്ത് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ആൾക്കൊരു സമാധാനം ഇല്ല. അങ്ങനത്തെ ആളാണ് കേട്ടോ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി ശ്രുതിക അർജുനെ ഭയങ്കര ഇഷ്ടമാണ്. ആള് തമിഴ്നാട്ടുകാരിയാണ്. അച്ഛൻ തമിഴ്നാടും അമ്മ പഞ്ചാബിയാണ് കേട്ടോ. പക്ഷെ ഈ കക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈയിടെ ഇത്തിരി ഡൗൺ ആയിട്ടുണ്ട് ആളുടെ ഗെയിം. എന്താന്ന് വെച്ചാൽ ആളുടെ ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ചുംദരംഗ് എന്ന് പറഞ്ഞിട്ട്. ആ കക്ഷിയായിട്ട് ഇത്തിരി ഇതുണ്ടായിരുന്നു, ഒരു തല്ലുപിടുത്തം പോലെ. അതിനുശേഷം ആളുടെ ഗെയിം ഇത്തിരി ഡൗൺ ആയിട്ടുണ്ട്. വിചാരിക്കണു ആള് ഒന്നും കൂടി എനർജറ്റിക് ആയിട്ട് വരുമെന്ന്. പക്ഷെ തല്ലുപിടുത്തം ഇപ്പോഴും വേറെ വേറെ ഓരോരുത്തരായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളോട് പോലും തല്ലുപിടിക്കും. എനിക്ക് അത് കാരണം ഭയങ്കര ഒരു വിഷമമുണ്ട് കേട്ടോ. ആളുടെ ഗെയിം ഇത്തിരി ചീത്തയതുകൊണ്ട്. ചീത്ത മീൻസ് ഒരു ഇതാവണില്ല, എനർജറ്റിക് ആവണില്ല. കാര്യം അന്നത്തെ തല്ലുപിടുത്തത്തിന് ആള് ഇത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വന്നു ഒന്ന് നോർമൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആൾക്ക് ഭയങ്കര ഒരു ഇതുപോലെ ഈ എനർജി ഫേസ് ഇപ്പൊ അധികം കാണാറ് തന്നെയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ കാണണമെന്നാണ് ആഗ്രഹം. ഭയങ്കര നല്ല സ്മാർട്ടാണ്, എപ്പോഴും ആക്റ്റീവാണ്, പിന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്ത മാത്രമാണ് കേട്ടോ. പക്ഷെ ആളുടെ അടുത്ത് എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞ ആരെങ്കിലും ഇത് ചെയ്യുക, അതുപോലെ ആള് വിശ്വസിക്കുന്ന ആള് എന്തെങ്കിലും എഗൻസ്റ്റ് ആയിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കക്ഷിയുടെ ഫേസ് മുഴുവൻ മാറിപ്പോകും. പിന്നെ ഭയങ്കര ദേഷ്യമാണ്, പിന്നെ നോർമൽ ആവാൻ ഭയങ്കര വിഷമമാണ്. പക്ഷെ ആള് കരയും. തല്ലുപിടുത്തത്തിൽ കരയണത് മനസ്സുകൊണ്ട് ഭയങ്കര അറ്റാച്ച് ആയിട്ടുള്ള വ്യക്തിയോട് മാത്രമാണ്. അല്ലെങ്കിൽ ആൾക്ക് ഒരു കരച്ചിലും വരില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കണ ആളാ. അപ്പൊ എനിക്ക് ഈ കക്ഷി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗെയിം ഡൗൺ ആയതിൽ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. ഇനി ഈ കക്ഷിയെ കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതാണ്. ബിഗ് ബോസ് 18 തീരും വരെ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ആള് ടോപ്പ് 5 എത്തണമെന്ന്. പക്ഷെ അറിയില്ല. കാര്യം ബിഗ് ബോസ് 18 കുറെ കോണ്ടസ്റ്റന്റ് ഇതുപോലെ ഉണ്ട്. ഇത്ര ആക്റ്റീവ് ആയിട്ടല്ല, ഇത്ര എനർജറ്റിക്കും അല്ല. എന്നാലും വേറെ കുറെ പേരുള്ളത് കൊണ്ട് അറിയില്ല ടോപ്പ് 5 എത്തുമെന്ന്. പക്ഷെ ഈ കക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് എപ്പോഴും നമ്മള് പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ഇതുണ്ടെങ്കിൽ ഈ കക്ഷി മാത്രമാണ്. ബാക്കി എല്ലാരും ഇങ്ങനെ, പിന്നെ ആൾക്ക് ഇങ്ങനെ പുറകിൽ പോയിരുന്ന് ഇങ്ങനെ ഏഷണി പറയണ പരിപാടിയില്ല. ഒട്ടും ഇഷ്ടമല്ല ഏഷണി പറയണ. അതുകൊണ്ടാണ് എനിക്ക് ഈ കക്ഷി ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ഇനി തുടങ്ങി എന്റെ വീഡിയോയിൽ ഈ കക്ഷിയെ കുറിച്ച് കുറച്ചൊക്കെ പറയും കേട്ടോ. ചില വീഡിയോകൾ ഭയങ്കര നല്ല വീഡിയോ ഉണ്ട്. അപ്പോ ഈ കക്ഷിയുടെ ബിഗ് ബോസിലുള്ള ജേർണിയും അതിലുള്ള സന്തോഷമുള്ള നല്ല കുറെ രംഗങ്ങളും പിന്നെ ഭയങ്കര സങ്കടം വന്ന രംഗങ്ങളും ഒക്കെ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോയില് ശ്രുതിക അർജുനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നെക്സ്റ്റ് വീഡിയോകളിൽ പിന്നെ അതില് ബിഗ് ബോസ് 18-ല് ഒന്ന് രണ്ട് കോണ്ടസ്റ്റൻസ് എനിക്ക് ഇനി ഇഷ്ടമുള്ളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ശ്രുതിക അർജുനാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.